ഹലോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദെയർ എച്ച് സി എഫ് ആൻഡ് എൽ സി എം ഈസ് ട്രൂ ദെൻ എച്ച് സി എഫ് ഓഫ് 30 to 36 ഈസ്. അപ്പോൾ എച്ച് സി എഫും എൽ സി എമ്മൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഓൾറെഡി നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മെത്തേഡ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് 6, 20 വെച്ചിട്ട് ഒരു എക്സാമ്പിളാണ് ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 6നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 × 3 ആണ് 6 എന്ന് പറയുന്നത് ആണല്ലോ. 20നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 4 × 5 ആണ് 20. 4ന് നമുക്ക് എഗെയിൻ ആയിട്ട് 2 × 2 × 5 എന്ന് സിമ്പിളായിട്ട് എഴുതാം അല്ലേ. അപ്പോൾ 6നെ നമുക്ക് 2 × 3 എന്നും 20യെ നമുക്ക് എന്തെഴുതാം? 2² × 5 എന്നും എഴുതാം. അപ്പോൾ ഇതിൽ എൽ സി എം എങ്ങനെ കാണാം? എൽ സി എം കണ്ടുപിടിക്കാൻ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ 2ഉം 2ഉം കോമൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കോമൺ ആയിട്ട് വരുന്നതിൻ്റെ ഹയ്യസ്റ്റ് പവർ ഉള്ള നമ്പറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2⁻1ഉം ഇവിടെ 2² അല്ലേ. അപ്പോൾ ഹയ്യസ്റ്റ് വരുന്നത് എന്താണ്? 2² ഇൻറ്റു പിന്നെ റിമൈനിങ് വരുന്നത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 5 ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൽ സി എം കിട്ടും. അപ്പോൾ 2² ഈസ് 4, 4 × 3 × 5 ഈസ് 15, ദെൻ 4 × 15 ഈസ് ഈക്വൽ ടു 60. അപ്പോൾ എൽ സി എം എത്ര കിട്ടും? നമുക്ക് 60 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എച്ച് സി എഫ് എങ്ങനെയാണ് കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എച്ച് സി എഫ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 6ൻ്റെ നമുക്ക് ഫാക്ടേഴ്സ് 2 × 3, 20ൻ്റെ നമ്മൾ എഴുതി 2² × 5 എന്ന് എഴുതി അല്ലേ. എച്ച് സി എഫ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് 2 മാത്രമാണ്. ആ 2വിൽ സ്മോളസ്റ്റ് പവർ വരുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 3 കോമൺ അല്ല, 5 കോമൺ അല്ല, 2 മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. കോമൺ ആയിട്ട് വരുന്നതിൻ്റെ സ്മോളസ്റ്റ് പവർ ഇവിടെ എന്താണ്? 2⁻1 അല്ലെങ്കിൽ 2 ആണ്. അപ്പോൾ ആൻസർ ഈസ് 2. അത്രയേ ഉള്ളൂ എച്ച് സി എഫ് കാണാൻ. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 672 ആൻഡ് 120ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഫൈൻഡ് എച്ച് സി എഫ് ആൻഡ് എൽ സി എം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 6ൻ്റെ നമ്മൾ ഓൾറെഡി 6ൻ്റെ ഫാക്ടർ നമുക്കറിയാം 2 × 3 ആണ്. ഇനി 72ൻ്റെ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക? 72നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 72ൽ 2 പോകും. 2ൽ 2 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. 36ൽ അഗെയിൻ നമുക്ക് 2 പോകും. അപ്പോൾ 2നെ 36 വെച്ച് ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 80 എന്ന് കിട്ടും. 18ൽ 2 9, 9ൽ 2 പോവില്ല. പിന്നെ നെക്സ്റ്റ് നമ്മുടെ പ്രൈം നമ്പർ 3 ആണ്. 3 × 9, 3 × 3 ഈസ് 9. ദെൻ അഗെയിൻ 3ൽ ഒരു 3 കൂടെ പോകും. ദെൻ റിമൈൻഡർ ഈസ് 1. 1 വരെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ അതാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 72 എന്ന് പറയുന്നത് ഇവിടെ എത്ര 2 ഉണ്ട്? 1, 2, 3. അപ്പോൾ 2⁻3 ഇൻറ്റു 3⁻2 × 1 ആണ്. അപ്പോൾ നമുക്ക് 2³ × 3² ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു നമ്പറും കൂടി ഉണ്ടല്ലോ. ഏതാ? 120. അപ്പോൾ 120ൻ്റെ ഫാക്ടർ ആക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് 120നെ ഫാക്ടർ ആക്കാം. ദെൻ 120 ഫാക്ടർ ചെയ്യുമ്പോൾ 2 ചെയ്യുമ്പോൾ നമുക്ക് 60, 60നെ എഗെയിൻ 2 ചെയ്യുമ്പോൾ നമുക്ക് 30, ദെൻ 30നെ എഗെയിൻ 2 ചെയ്യുമ്പോൾ നമുക്ക് 15, 50ൽ നമുക്ക് ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 5 വെച്ച് ചെയ്യാം. 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. എഗെയിൻ നമുക്ക് 5 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 120 ഈക്വൽ ടു ഇവിടെ എത്ര 2 ഉണ്ട്? ഇവിടെ 3 2 ഉണ്ട്. അപ്പോൾ 2³ ഇൻറ്റു പിന്നെ 3 × 5 അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്കൊന്ന് വൃത്തിക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6ൻ്റെത് നമുക്കിവിടെ 72ൻ്റെത് നമുക്കിവിടെ മാറ്റി എഴുതാം. 6ൻ്റെത് 2 × 3. ഓക്കെ അല്ലേ? ആൻഡ് 72 നമുക്ക് 2³ × 3². അപ്പം ഈ 72നൊക്കെ വായിച്ചേ. ദെൻ 120 എന്ന് പറയുന്നത് 2³ × 3 × 5 നമുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നമുക്ക് എച്ച് സി എഫും എൽ സി എമ്മും കണ്ടുപിടിക്കണം.
ആദ്യം നമുക്ക് LCM കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിക്കുമ്പോൾ ആദ്യം കോമൺ ആയിട്ട് വരുന്നത് നോക്കുക. കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2 വരുന്നതിൽ ഹയസ്റ്റ് വരുന്നതിൽ 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. 2 ക്യൂബ് ഇൻറ്റു, രണ്ടിലും 2 ക്യൂബാണ്. ഓക്കെ. 3 വരുന്നുണ്ട്, ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെ 3 സ്ക്വയർ വരുന്നുണ്ട്, ഇവിടെ അഗെയിൻ 3 വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഹയസ്റ്റ് വരുന്നത് 3 സ്ക്വയർ ഇൻറ്റു ഒരു 5 വരുന്നുണ്ട് അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അതാണ് ഇതിൻ്റെ LCM. 2 ക്യൂബ് എന്താണ്? 2 ക്യൂബ് 8 ആണ്. 3 സ്ക്വയർ 9 ആണ്. ഇൻറ്റു 5. ഓക്കെ അല്ലേ? അപ്പോൾ 8 ഇൻറ്റു 9 ഇൻറ്റു 5 45. 45 ഇൻറ്റു 8 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 360 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ LCM. ഇനി നമുക്കിതിൻ്റെ HCF കണ്ടുപിടിക്കാം. ഓക്കെ, HCF കണ്ടുപിടിക്കാനാകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 5 കോമൺ അല്ല, അപ്പോൾ 5നെ ഇവിടെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ. പിന്നെ 2 കോമൺ ആയിട്ട് വരുന്നതിൽ 2വിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പവർ എന്ന് വരുന്നത് എന്താണ്? 2 ആണ്. 3 കോമൺ ആയിട്ട് വരുന്നതിൽ 3 ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത് 3 തന്നെയാണ്. അപ്പോൾ 2 ഇൻറ്റു 3 6 ആണ് ഇവിടുത്തെ HCF. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ ലോവസ്റ്റ് പവറാണ് നോക്കേണ്ടത്. ആ ഒരു കാര്യം മക്കൾ ഓർക്കണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ HCF ഓഫ് 32 ആൻഡ് 36 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 32നെ ഫാക്ടറൈസ് ചെയ്യണം. 32നെ ഫാക്ടറൈസ് ചെയ്താൽ 32 16 വരും. 16നെ അഗെയിൻ 2 കൊണ്ട് 8 എന്ന് വരും. 8നെ അഗെയിൻ 2 കൊണ്ട് 4 എന്ന് വരും. 4നെ അഗെയിൻ 2 കൊണ്ട് നമുക്ക് 2 എന്ന് വരും. 2വിനെ നമുക്ക് അഗെയിൻ 2 1. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര 2 വരുന്നുണ്ട് നോക്കി ഇവിടെ. 1 2 3 4 5. അപ്പോൾ 32 എന്ന് പറയുന്നത് എന്താണ്? 2⁵5 ആണ്. ഓക്കെ അല്ലേ? ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 36ൻ്റെ കണ്ടുപിടിക്കാം. അപ്പോൾ 36 ചെയ്യുമ്പോൾ 2 വെച്ച് ചെയ്തു. ദെൻ 18ൽ നമ്മൾ 2 ചെയ്യുമ്പോൾ 9ൽ നമ്മൾ എന്താ ചെയ്യുക? 3 ചെയ്യുമ്പോൾ ഇൻറ്റു 3, 3ൽ വീണ്ടും 3, ദ റിമൈനിങ്സ് 1. ഓക്കെ അല്ലേ? അപ്പോൾ 36ൽ ചെയ്യുമ്പോൾ എത്ര 2 ഉണ്ട്? 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി ഇതിൽ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ 3 കോമൺ ഇല്ല, 3 ക്യാൻസൽ ചെയ്തു. ഇനി ഈ കോമണിൽ വരുന്ന ലോവസ്റ്റ് പവർ ഏതാണ്? 2 സ്ക്വയർ. അപ്പോൾ HCF ഈക്വൽ ടു 2 സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു 4. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 36 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈമേഴ്സ്. നമ്മൾ മുന്നേ ചെയ്ത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി. 36നെ നമുക്ക് എന്താണ് 2 കൊണ്ട് ചെയ്താൽ 18, 18 അഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 9, 9നെ 3, 3 അഗെയിൻ 3നെ നമുക്കൊന്നുകൂടി 3 ചെയ്താൽ 1 കിട്ടും അല്ലേ? അപ്പോൾ 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് ഓർഡറിൽ എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതാം. അതിന് ഓപ്ഷനിലുണ്ടോ? ഓക്കെ, ഓപ്ഷൻ ഈസ് എ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 7 ഇൻറ്റു 11 ഇൻറ്റു 13 ഇൻറ്റു 15 പ്ലസ് 15 ഈസ് എ പ്രൈം നമ്പർ ആണോ, കോമ്പോസിറ്റ് നമ്പർ ആണോ, അല്ലെങ്കിൽ നെയ്തർ പ്രൈം ഓർ കോമ്പോസിറ്റ്? ആൻഡ് ദ ഡി ഓപ്ഷൻ ഈസ് നൺ ഓഫ് ദി എബോവ്. ഇതും സിമ്പിളാണ്. എങ്ങനെയാണ്? ഈ നമ്പർ നോക്കിയേ. ഇപ്പോൾ നമ്മൾ 7 ഇൻറ്റു 11 ഇൻറ്റു 13 ഇൻറ്റു 15, ഇതിൽ 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ഉണ്ടായതുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ്? 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ഉള്ള നമ്പറാണ് കിട്ടുക. പ്ലസ് അതിന് നമ്മളൊരു 15 വെച്ച് ആഡ് ചെയ്താലും ആ നമ്പർ എന്തായിരിക്കും? 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിത് ചെയ്ത് വരുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെയായാലും എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഒരു നമ്പറിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ എന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഈ നമ്പർ നോക്കുക. നമ്പറിൽ 5ൻ്റെ മൾട്ടിപ്പിളോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അതൊരു 5നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 5നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനോട് നമ്മൾ 10 ആഡ് ചെയ്യുകയോ 15 ആഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതും 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ അല്ലേ? സിംപ്ലി നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് P ആൻഡ് Q ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സച്ച് ദാറ്റ് P is equal to A into B square and Q is equal to A square B, where A, B are prime numbers, then the LCM of PQ is. അപ്പോൾ നമ്മൾ പഠിച്ച സെയിം തന്നെയാണ്. LCM കണ്ടുപിടിക്കാനാണ്. Pൻ്റെ ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്, എയും
ബി സ്ക്വയറും ക്യൂവിൻ്റെ ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട് എ സ്ക്വയറും ബിയും. ഓക്കെ അല്ലേ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എൽ സി എം ആവണമെങ്കിൽ കോമൺ ആയിട്ട് വരുന്നതിൻ്റെ ഹയ്യസ്റ്റ് പവറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എയിൽ വരുന്നത് ഇവിടെ എ സ്ക്വയർ ആണ് ഹയ്യസ്റ്റ് ഇൻറ്റു ബിയിൽ വരുന്നതിൽ ബി സ്ക്വയർ ആണ് ഹയ്യസ്റ്റ്. അപ്പോൾ ബി സ്ക്വയർ, അപ്പോൾ എൽ സി എം ഈസ് എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ, ഓപ്ഷൻ ബി. ജസ്റ്റ് എൽ സി എമ്മും HCF എന്നുള്ള കൺസെപ്റ്റ് മാത്രം കിട്ടിയാൽ മതി. ഇങ്ങനെ പ്രോബ്ലം ഇങ്ങനെയൊക്കെ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ?